അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. പരിശുദ്ധമായ ഹദ്ദാദ് റാത്തീബിൻ്റെ മഹത്വങ്ങളിൽ നിന്ന് ചിലത് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം പറയുകയുണ്ടായി. പറയുന്ന വിഷയങ്ങൾ കൃത്യമായി കേൾക്കുകയും മനസ്സിലാക്കുകയും അതിലുപരി സാധ്യമാകുന്ന രൂപത്തിൽ അത് ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഹദ്ദാദ് റാത്തീബിൻ്റെ മഹത്വങ്ങളിൽ നിന്ന് ചിലത് ഇന്ന് നമുക്ക് ഇൻഷാ അള്ളാഹ് പറയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അസ്-സയ്യിദ് അൽ അല്ലാമ അൽ ഖാദി സഖാഫ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. എന്താണ് മഹാനവർകൾ പറഞ്ഞത്? മൻ ഖറഅ റാത്തിബ സയ്യിദിനൽ ഹദ്ദാദ് കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രികളിലും ഒരാൾ ഹദ്ദാദ് റാത്തീബ് ചൊല്ലുകയാണെങ്കിൽ കഫാഹു അൻ ഔറാദിൽ ലൈലി, ആ രാത്രിയിൽ ചൊല്ലേണ്ട ഔറാദുകളെ തൊട്ടെല്ലാം ഈ ഹദ്ദാദ് മതിയാകുന്നതാണ്. ലിയന്നഹു ജാമിഉൻ നാഫിഉൻ മുജറബുൻ, കാരണം ഹദ്ദാദ് റാത്തീബിൽ ഒരു മനുഷ്യൻ ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലേണ്ട എല്ലാ ദിക്റുകളും അടങ്ങിയിട്ടുണ്ട്. ഹദ്ദാദ് റാത്തീബ് സമഗ്രമാണ്. ഒരു മനുഷ്യൻ രാത്രിയിൽ ചൊല്ലേണ്ട ദിക്റുകൾ എന്തെല്ലാം ഉണ്ടോ, പതിവാക്കേണ്ട ദിക്റുകൾ എന്തെല്ലാം ഉണ്ടോ, അതെല്ലാം ഹദ്ദാദ് റാത്തീബിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ പറയുന്നു, ഒരു രാത്രിയിൽ ഒരാൾ ഹദ്ദാദ് റാത്തീബ് ചൊല്ലിയാൽ പിന്നെ മറ്റുള്ള ദിക്റുകളൊന്നും ചൊല്ലുന്നില്ലെങ്കിലും രാത്രിയിൽ ചൊല്ലേണ്ട ദിക്റുകൾ അവൻ ചൊല്ലി എന്ന ഒരവസ്ഥയിൽ അവനെത്താൻ കഴിയും. കാരണം ഹദ്ദാദിൽ ഉള്ള ദിക്റുകൾ ജാമിആണ്, സമഗ്രമാണ്. അവന് ആവശ്യമുള്ളതെല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. ഹദ്ദാദ് റാത്തീബ് ചൊല്ലിയാൽ ലഭിക്കുന്ന ചില ഗുണങ്ങൾ, അനുഭവങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി. ഇൻഷാ അള്ളാഹ് അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് സംഭവങ്ങൾ കൂടെ അനുഭവസ്ഥരായ ആളുകൾ വിശദീകരിച്ചത് നമുക്ക് പറയാം. മബ്റസ് എന്ന സ്ഥലത്ത് നിന്ന് ഒരാൾ ഹുഫൂഫ് എന്ന സ്ഥലത്തിലേക്ക് യാത്ര പോവുകയാണ്. പോകുന്ന വഴിയിൽ കൊള്ളക്കാരായ ആളുകൾ നിൽപ്പുണ്ടായിരുന്നു. ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളെ മുഴുവനും കൊള്ളയടിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ആളുകളായിരുന്നു അവർ. ഈ മനുഷ്യൻ ഇത് കണ്ട സമയത്ത് എന്ത് ചെയ്തു എന്നറിയോ? ഫഖത്ത അലാ നഫ്സിഹി ഫിൽ അർളി, ഭൂമിയിലൊരു വൃത്തം വരക്കുകയാണ്. വട്ടത്തിലൊരു വൃത്തം വരച്ചു. എന്നിട്ട് ആ വൃത്തത്തിൻ്റെ മധ്യത്തിൽ ഈ മനുഷ്യൻ ഇരുന്നു. എന്നിട്ടോ വഖറഅ റാത്തിബ സയ്യിദിനാ, ഹദ്ദാദ് റാത്തീബ് അങ്ങനെ ചൊല്ലി അവിടെ ഇരുന്നിട്ട്. ഒരു രക്ഷയും ഇല്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് യാത്ര തുടരുകയാണെങ്കിൽ ആ കൊള്ളക്കാരെന്തായാലും പിടികൂടും. കയ്യിലുള്ളത് മുഴുവൻ അവർ പിടിച്ച് പറിക്കും. മനുഷ്യനെ തന്നെ അവർ കൊന്ന് നശിപ്പിച്ചു കളയും. ഒരു രക്ഷയും ഇല്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ഇരുന്നിട്ട് ഹദ്ദാദ് റാത്തീബ് ചൊല്ലുകയാണ്. അദ്ദേഹം പറയുന്നു, ഫഉമിയ അലൈഹിം, ആ കൊള്ളക്കാരായ ആളുകളുടെ കണ്ണുകൾ മുഴുവനും കാഴ്ച നഷ്ടപ്പെട്ടു പോയി അവർക്ക്. ഫലം യറൗഹു, അവർക്ക് ഈ മനുഷ്യനെ കാണാൻ കഴിഞ്ഞില്ല. ഈ മനുഷ്യനും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും ഒന്നും സംഭവിക്കാതെ, ഒരു പ്രയാസത്തിലും അകപ്പെടാതെ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞു. അവർ പറയുന്നത് ഇത് ഹദ്ദാദ് റാത്തീബിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഭവമാണ്, സംഭവമാണ് എന്നാണ്. സമാനമായ മറ്റു പല സംഭവങ്ങളും അനുഭവസ്ഥരായ ആളുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഹസൻ ഇബ്നു ഹാറൂൻ അസ്-സാക്കിൻ എന്ന ഒരാൾ ജവ്വ് എന്ന പ്രദേശത്ത് നിന്ന് ഹളർമൗത്തിലേക്ക് യാത്ര പോവുകയാണ്. ആ സമയത്തും നേരത്തെ പറഞ്ഞതുപോലെ കൊള്ളക്കാരായ ആളുകളുടെ ഇടയിലൂടെയാണ് അവർ യാത്ര പോകുന്നത്. അങ്ങനെ കൊള്ളക്കാരുടെ മുന്നിൽപ്പെട്ട സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? ഹസൻ ഇബ്നു ഹാറൂൻ അസ്-സാക്കിൻ എന്ന ആ മഹാൻ തൻ്റെ കൂടെയുണ്ടായിരുന്ന ആളുകളോട് ഹദ്ദാദ് ചൊല്ലാനും വേണ്ടി നിർദ്ദേശിക്കുകയാണ്.
കൂട്ടമായി അവർ ഹദ്ദാദും ചൊല്ലിങ്ങനെ നടന്നു. ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ലാതെ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇത് ചൊല്ലിയ, ഇത് പതിവാക്കിയ ആളുകൾക്ക് ഉണ്ടായത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒറ്റ സംഭവം കൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാൻ. തുഹ്മാസ് എന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. നാദിർ ഷാ എന്നൊക്കെ വിളിക്കുന്ന, നാദിർ ഷാ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അദ്ദേഹം ഔഹാൻ എന്ന പ്രദേശത്തുള്ള ആളുകളോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ഇറാനിലെ ഒരു ഗ്രാമമാണ് ഔഹാൻ എന്നത്. ഔഹാൻകാരായ ആളുകളോട് നാദിർ ഷാ എന്ന ഭരണാധികാരി യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. പ്രഖ്യാപിച്ച സമയത്ത് ഔഹാനിൻ്റെ ഭരണാധികാരി സുലൈമാൻ എന്നവർ പറഞ്ഞു, നെഹ്നു മാ യഖ്ദിറു അലൈനാ ബിഇദ്നില്ലാ, നാദിർ ഷായെ കൊണ്ടും അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങളെ കൊണ്ടും ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങളെ തകർക്കാനും ഞങ്ങളെ എതിർക്കാനും ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാനും നാദിർ ഷാ എന്ന ഭരണാധികാരിയെ കൊണ്ട് കഴിയുകയില്ല. മറ്റു രാജ്യങ്ങളുടെ മേൽ, മറ്റു പ്രദേശങ്ങളുടെയും പ്രവിശ്യകളുടെയും മേൽ അക്രമം അഴിച്ചുവിടാനും അവരെ തകർക്കാനുമൊക്കെ നാദിർ ഷായെ കൊണ്ട് സാധിക്കുമെങ്കിലും ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആയുധത്തിൻ്റെ ശക്തി ഉണ്ടായതുകൊണ്ടല്ല ഈ സുലൈമാൻ എന്ന ഭരണാധികാരി ഇങ്ങനെ പറഞ്ഞത്. തൻ്റെ സൈന്യത്തിൻ്റെ ശക്തി കണ്ടുകൊണ്ടല്ല ഈ പറഞ്ഞത്. പിന്നെ എന്താണ് അവരെ കയ്യിലുള്ള മുതൽക്കൂട്ട്? ആ ഭരണാധികാരി പറയാണ്, ലിഅന്ന മഅനാ ഹിർസൻ ഹസീന, ഞങ്ങളെ കൂടെ വലിയ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്, ഞങ്ങളുടെ കൂടെ വലിയ ഒരു സംരക്ഷണ വസ്തുവുണ്ട്. എന്താണ് ആ സംരക്ഷണ വസ്തു? ആയുധങ്ങളല്ല, സാമ്പത്തികമായ സ്രോതസ്സുകളൊന്നും അല്ല. ഈ ഭരണാധികാരിയായ സുലൈമാൻ പറയുകയാണ്, വഹുവ റാത്തിബു സയ്യിദിന അബ്ദുല്ലാഹിൽ ഹദ്ദാദ്, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദ്ദാദ് റാത്തീബ് ഞങ്ങളെ കൂടെയുണ്ട്. എന്നിട്ട് ആ ഭരണാധികാരി എന്ത് ചെയ്തു എന്നറിയോ? വ അമറ കുല്ല അസാക്കിരിഹി, തൻ്റെ സൈനികരോട് മുഴുവനും ഹദ്ദാദ് ചൊല്ലാനും വേണ്ടി പറയാണ്. വ അഹ്ല ബുൽദാനിഹി, ആ നാട്ടുകാരോട് മുഴുവനും ഹദ്ദാദ് ചൊല്ലണം, ഹദ്ദാദ് പതിവാക്കണമെന്ന നിർദ്ദേശം സുലൈമാൻ എന്ന ഭരണാധികാരി പുറപ്പെടുവിക്കുകയാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നാദിർ ഷാ എന്ന ഈ ഭരണാധികാരിക്ക് ഔഹാൻ പ്രദേശത്തുള്ള ആളുകളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇവരുടെ മുന്നിൽ അവർ പരാജയപ്പെട്ടു പോയി. ഭൗതികമായ സാഹചര്യങ്ങളും സംവിധാനങ്ങളും വെച്ച് നോക്കുമ്പം ഒരിക്കലും ഈ നാദിർ ഷായുടെ അക്രമത്തിൽ നിന്ന് ഔഹാൻ പ്രദേശത്തുകാർ രക്ഷപ്പെടുകയില്ല. അതിന് മാത്രം ശക്തിയും ശേഷിയുമുള്ളവരാണ് നാദിർ ഷായുടെ സൈന്യങ്ങൾ. പക്ഷേ ഈ നാട്ടുകാർ മുഴുവനും ഹദ്ദാദ് റാത്തീബ് പതിവാക്കുന്ന, പ്രാവർത്തികമാക്കുന്ന ആളുകളായതുകൊണ്ട് ഇവരെ ഒന്നും ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. കാരണം ഈ സുലൈമാൻ എന്ന ഈ ഭരണാധികാരി അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സമകാലികനായ ആളാണ്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ജീവിച്ച ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ്. ഈ നാദിർ ഷാ എന്ന ഭരണാധികാരിയുടെ അക്രമത്തിനെക്കുറിച്ച് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന് കത്തയച്ചിരുന്നു ഈ സുലൈമാൻ എന്ന ഭരണാധികാരി. അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ അറിയിച്ചൊരു കത്തയച്ചു അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾക്ക്. ആ സമയത്ത് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ അതിനെന്താണ് മറുപടി കൊടുത്തത്? ഫഅമറഹും ബിഖിറാഅത്തിഹി ഫഅർസല ഇലൈഹി ബിറാത്തിബി ശരീഫ്, ഹദ്ദാദ് റാത്തീബ് എഴുതിയിട്ട് സുലൈമാൻ എന്ന ഭരണാധികാരിക്ക് അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് സുലൈമാൻ എന്ന ഭരണാധികാരിയോടും തൻ്റെ കൂടെയുള്ള നാട്ടുകാരായ ആളുകളോടും ഹദ്ദാദ് റാത്തീബ് പതിവാക്കാനും വേണ്ടി അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ കത്തിലൂടെ എഴുതി അറിയിച്ചു, നിർദ്ദേശിച്ചു. എന്നിട്ട് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ അവരോട് പറഞ്ഞു, ഹുവ യഹ്ഫളുക്കും, ഈ ഹദ്ദാദ് റാത്തീബ് നിങ്ങളെ സംരക്ഷിക്കും, വ അബ്ദാനക്കും, നിങ്ങളെ ശരീരങ്ങളെയും സംരക്ഷിക്കും. ആരിൽ നിന്ന്? നാദിർ ഷാ എന്ന ഭരണാധികാരിയിൽ നിന്ന്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ രാജ്യം പലതരത്തിലുള്ള പ്രതിസന്ധികൾക്കും പ്രതികൂല സാഹചര്യങ്ങൾക്കും നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കാനുള്ള നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള നിയമക്കുരുക്കുകളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആയുധങ്ങളെ കൊണ്ടോ
അംഗബലങ്ങളെ കൊണ്ടോ മറ്റു ശേഷികളെ കൊണ്ടോ ശക്തികളെ കൊണ്ടോ ഒരിക്കലും നമുക്ക് ആരെയും എതിർക്കാൻ കഴിയുകയില്ല. നമ്മുടെ മുന്നിലുള്ള പ്രതിരോധ വഴി, നമ്മുടെ മുന്നിലുള്ള സംരക്ഷണം ഹദ്ദാദ് റാത്തീബ് പതിവാക്കുക എന്നതാണ്. അപ്പോൾ ഹദ്ദാദ് റാത്തീബ് പതിവാക്കുന്ന നാട്ടുകാർക്ക് ഭരണാധികാരികളിൽ നിന്നുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല, പ്രതിസന്ധികൾ ഉണ്ടാവുകയില്ല എന്നിത്തരത്തിലുള്ള സംഭവങ്ങളിൽ നിന്ന് നമുക്ക് അനുഭവത്തിലൂടെ ബോധ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ഒരു ദിവസം പോലും ഹദ്ദാദ് മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ നൽകാതിരിക്കുമാറാകട്ടെ. എവിടെയാണെങ്കിലും, വീട്ടിലാണെങ്കിലും യാത്രയിലാണെങ്കിലും വിരുന്നിന് പോയ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഹദ്ദാദ് റാത്തീബ് നമ്മൾ നിലനിർത്തണം, അത് പതിവാക്കണം. ഹദ്ദാദ് റാത്തീബ് കാണാതെ പഠിച്ചാൽ പിന്നെ നമുക്ക് എവിടെ വെച്ചുകൊണ്ടും, യാത്രയിലാണെങ്കിലും വാഹനത്തിലാണെങ്കിലും എവിടെ വെച്ചുകൊണ്ടും നമുക്കത് ചൊല്ലാൻ പറ്റും, നഷ്ടപ്പെട്ടു പോവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെ മരണപ്പെടുന്ന സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെയൊക്കെ മനസ്സുകളിലുള്ള സതുദ്ദേശങ്ങൾ സാധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മിലുള്ള രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായ ശിഫാ നൽകുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന്, ബലാ മുസീബത്തുകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തിനെ മുഴുവനെയും കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.